വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ അമ്മ പ്രേമകുമാരി ജയിലിലെത്തി കണ്ടു. 12 വർഷത്തിന് ശേഷമായിരുന്നു വൈകാരിക കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് 12:30 മുതൽ 5:30 വരെ ജയിലിനുള്ളിൽ നിമിഷപ്രിയയ്ക്കൊപ്പം കഴിഞ്ഞതായി പ്രേമകുമാരി പറഞ്ഞു. ദൂരക്കാഴ്ചയിൽ തന്നെ മകളാണെന്ന് മനസ്സിലായി. ജയിൽ അധികൃതർ സ്നേഹത്തോടെയാണ് ഇടപെട്ടതെന്നും പ്രേമകുമാരി പറഞ്ഞു. പർദ്ദയൊക്കെ ഇട്ടിട്ട് അവളെ എൻ്റെ മോളായിട്ട് തോന്നാത്ത രീതിയിലായിരുന്നു അവളുടെ വേഷം ധരിച്ചു വരുന്നത്. എങ്കിലും നടന്നു വരുമ്പോൾ ഞാൻ എണീറ്റ് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ മോളാണ്. ഓടി വന്ന് അവളെന്നെ കെട്ടിപ്പിടിച്ചു. മമ്മി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ മോളെ കാണാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. അവൾ മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അവളും കരയുവാണ് കെട്ടിപ്പിടിച്ച്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അവളെ കല്യാണം കഴിച്ച് കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. എന്നെ കൂട്ടിക്കൊണ്ടുപോയി മെയിൻ പോലീസുകാരികളുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും എന്തു വേണം ഭയങ്കര സ്വീകരണമായിരുന്നു. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, 12 വർഷത്തിന് ശേഷമാണ് അമ്മ മകളെ കാണുന്നത്. വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അതെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ മകളെ കണ്ട ശേഷം അവരുടെ ഒരു പ്രതികരണം എങ്ങനെയൊക്കെയായിരുന്നു? ശ്രുതി, യമനിലെ ജയിലിനുള്ളിൽ വെച്ചാണ് നിമിഷപ്രിയയെ അമ്മ പ്രേമകുമാരി ഇന്ന് ഉച്ചയോടെ കണ്ടത്. ഏതാണ്ട് 5 മണിക്കൂറോളമാണ്. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെ ഏതാണ്ട് 5 മണിക്കൂറോളമാണ് നിമിഷപ്രിയയ്ക്കൊപ്പം പ്രേമകുമാരി ജയിലിനുള്ളിൽ കഴിഞ്ഞതും. അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങളാണ് അവിടെ സംഭവിച്ചതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് അക്കാര്യം പ്രേമകുമാരിയും വ്യക്തമാക്കുന്നത്. ജയിലിനുള്ളിലെ പ്രത്യേക മുറിയിലാണ് കൂടിക്കാഴ്ച അനുവദിച്ചത്. അമ്മയെ പർദ്ദയിട്ട രീതിയിലാണ് നിമിഷപ്രിയ ആദ്യം കടന്നു വന്നത്. തുടർന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് നിമിഷപ്രിയ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം ശരിയാകും എന്നാണ് പ്രേമകുമാരിയോട് പറഞ്ഞത്. ഈ മകളാണ് നടന്നു വരുന്നത് എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ താൻ എണീറ്റ് നിന്നു. തുടർന്ന് നിമിഷപ്രിയ അടുത്തേക്ക് എത്തുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. മമ്മി കരയരുതെന്ന് പറഞ്ഞാണ് നിമിഷപ്രിയയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചത്. നിമിഷപ്രിയ പിന്നീട് ഭക്ഷണം തനിക്ക് വായിലേക്ക് വെച്ചു തന്നു. താൻ തന്റെ മകൾക്കും ഭക്ഷണം വാരി കൊടുത്തു. തുടർന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ജയിൽ അധികൃതർ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചതെന്നുമാണ് പ്രേമകുമാരി പറഞ്ഞത്. മമ്മി കരയരുത്, സന്തോഷമായിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാകും, ജയിലിനുള്ളിൽ നിന്നും പുറത്തു വരാൻ കഴിയും എന്ന വിശ്വാസവും കൂടി നിമിഷപ്രിയ പ്രകടിപ്പിച്ചു എന്നുകൂടിയാണ് പ്രേമകുമാരിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദൗത്യം ഈ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമും പ്രേമകുമാരിയും ചേർന്ന് നടത്തുന്നത് ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായുള്ള ചർച്ചയാണ്. ബ്ലഡ് മണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള ചർച്ചയാണ് ലക്ഷ്യം. ബ്ലഡ് മണി എന്ന നിർദ്ദേശം തലാൽ അബ്ദു മഹദിയുടെ കുടുംബം അംഗീകരിച്ചാൽ സ്വാഭാവികമായും നിമിഷപ്രിയയ്ക്ക് മോചനത്തിനുള്ള ഒരു അവസരം ഒരുങ്ങും. നേരത്തെ ബ്ലഡ് മണി സ്വീകരിച്ചാൽ നിമിഷപ്രിയയുടെ മോചനമാകാമെന്നായിരുന്നു അപ്പീൽ കോടതിയിലെ ഒരു വിധി. അതിന്റെ അത്തരമൊരു സാധ്യതയാണ് അപ്പീൽ കോടതി നേരത്തെ തുറന്നിട്ടത്. ആ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് നാളെ ഇനിയിപ്പോൾ ഇത്തരമൊരു ചർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. 2017 ജൂൺ 25-നായിരുന്നു ഈ വധശിക്ഷയ്ക്ക് ആധാരമായ ഒരു കൊലപാതകം നടന്നത്. യമൻ പൗരനായ തലാൽ അബ്ദു മുഹമ്മദിയെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് കേസ്. തുടർന്ന് ഡൽഹി ഹൈക്കോടതി പ്രത്യേകമായ ഉത്തരവ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രേമകുമാരി ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമുമൊത്ത് സനയിലേക്ക് എത്തിയതും. ഒപ്പം ഇന്ന് ഉച്ചയ്ക്ക് 12:30 ജയിലിനുള്ളിലെത്തി, സനയിലെ ജയിലിനുള്ളിലെത്തി മകൾ നിമിഷപ്രിയയെ കണ്ടതും ഇത്തരം വൈകാരികമായ നിമിഷങ്ങൾ അരങ്ങേറിയത്.